നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് പിസ്സ സോസിൻ്റെ റെസിപ്പിയാണ്. എങ്ങനെയാണ് വീട്ടിൽ തന്നെ ഫ്രഷായിട്ട് ടേസ്റ്റി ആയിട്ട് കെമിക്കൽസ് ഒന്നും ഇല്ലാണ്ട് പിസ്സ സോസ് ഉണ്ടാക്കാൻ എന്നുള്ള ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം. ആദ്യം കുക്കറിൽ ഞാനൊരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 ഉള്ളി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 തക്കാളി ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. പിന്നെ 15 വെളുത്തുള്ളി, കുറച്ച് പുളി, 5 ഉണക്കമുളക്, പാകത്തിന് ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുക്കറിൽ ഒരു 3 വിസിൽ അടിച്ചെടുക്കാം. മൂന്ന് വിസിൽ അടിച്ചതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റാം ചൂടാറാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ഇവിടെ തക്കാളിയുടെ തോലിനൊന്ന് എടുത്ത് മാറ്റണം മിക്സി ജാറിൽ അടിക്കുന്നതിന് മുന്നേ. അപ്പോൾ ഞാനിവിടെ തക്കാളിയുടെ തോലൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട്. മാറ്റിയതിന് ശേഷം കത്തി വെച്ചിട്ട് നമുക്കൊന്ന് തക്കാളീനെ കട്ട് ചെയ്ത് കൊടുക്കാം. ചൂട് പെട്ടെന്ന് ആറിക്കിട്ടും. ചൂടാറിയതിൻ്റെ ശേഷം മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഈ അരച്ച് വെച്ച പേസ്റ്റിന് തവയിൽ മീഡിയം ചൂടാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അതിന് ചെറിയ ഫ്ലെയിം ആക്കിയിട്ട് കുറച്ച് ശർക്കര കൂടി ചേർത്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ 10 മിനിറ്റ് ഡ്രൈ ആയതിന് ശേഷം നമ്മൾ ഇവിടെ ടേസ്റ്റി ആയിട്ടുള്ള പിസ്സ സോസ് റെഡി ആയിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, കുക്കറിൽ അടിച്ചതിൻ്റെ ശേഷം നമുക്ക് തക്കാളിയുടെ തോലിനെ എടുത്ത് മാറ്റിയിട്ട് വേണം അതിനെ അരച്ചെടുക്കാൻ. പിന്നെ അരച്ച് വെച്ച പേസ്റ്റിനെ ചെറിയ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഒരു പുതിയ റെസിപ്പി ഞാൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.